ഇന്ന് നമുക്ക് ഇറച്ചിക്കറിൻ്റെ അതേ ടേസ്റ്റിൽ പൂവിന് വെച്ച് നല്ലൊരു അടിപൊളി മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ മസാലക്കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടാനുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിത് രാവിലെ പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിക്കുന്നത്. അടിപൊളി മസാലക്കറിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിതിൽ എല്ലാം വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാൻ ആദ്യം തന്നെ 2 വലിയ ഉള്ളി നല്ലപോലെ തോല കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് ചോപ്പ് ചെയ്തതൊന്നല്ല, കൈ കൊണ്ട് തന്നെ മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് എണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ, കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഏലക്കായും 1 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ചട്ടി ഇരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി അതിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയത്. അതുപോലെ ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്. ഉപ്പിട്ട് കൊടുത്തു പറഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടണമെങ്കിൽ ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ പെട്ടെന്ന് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിത് ഇങ്ങനെ തന്നെയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകില്ല. അതിന് ശേഷം ഞാനിത് മിക്സാക്കിയ പൊടി മുഴുവനായിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഈ പൊടികളുടെയും പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള കാരണം കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില, മല്ലിയില എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൂവിനൊക്കെ നല്ലപോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും. ഞാൻ മാറ്റി വെച്ച കൂവിനൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് 200 ഗ്രാം കൂനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുള്ള മസാലയാണ് ഞാനീ പറയണത്. നല്ലപോലെ വെള്ളം വാർന്ന കൂവിനെ നല്ലപോലെ മിക്സാക്കി മസാലയിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്കത് ഏത് കൂവിന് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനത് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് നമ്മളിപ്പോൾ അതിൽ വെള്ളം ഒഴിക്കൊന്നും വേണ്ട. കൂനിൽ തന്നെ നല്ലപോലെ വെള്ളം ഉണ്ടാകും. അത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ നിറഞ്ഞു വരും. അതിന് ശേഷം ഒന്ന് നല്ലപോലെ ആവി കയറിയതിന് ശേഷം തുറന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് കറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മസാല എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പത്തിരിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവ വരുള്ളൂ. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എണ്ണ ഒരുപാടും ഇല്ലാണ്ട് ഓയിൽ കമ്മിയാക്കിയിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ കൂണൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്
ഒരു 5-6 കാഷ്യൂ അണ്ടിപ്പരിപ്പ് എടുത്ത് നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനാക്കി അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ആ മിക്സും കൂടി ഞാൻ അതിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഞാനിപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമില്ല അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് സൈസ് കൂന് വെച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാൻ നോക്കിയപ്പോൾ അതിൽ ഉപ്പ് കമ്മിയുണ്ട്, അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റി വരണം, ഒന്ന് കുറുകി വരും. പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ മുമ്പ് കൂണ് വെച്ചിട്ട് പല റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നാടൻ റെസിപ്പീസൊക്കെ. അപ്പോൾ നമ്മളിത് അണ്ടിപ്പരിപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, മല്ലിയില ഇല്ലെങ്കിൽ. മല്ലിയില ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിന് വേണ്ടിയിട്ടല്ല, നല്ല എരിവുള്ള മുളകാണ്, അതാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം. പിന്നെ അത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതാ തുറന്നതാണ് കേട്ടോ. തുറക്കുമ്പോൾ എന്തൊരു മണമാണ്, അടിപൊളി മണമാണ്. ഇറച്ചിക്കറിനെക്കാട്ടി നല്ല ടേസ്റ്റ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെ. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ ഓണത്തിൻ്റെ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിലും കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.